നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഞാൻ ഉണ്ണികൃഷ്ണൻ, ലൈവ് എഞ്ചിനീയേഴ്സ് കണ്ണൂരിന്റെ പുതിയൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ഈ കണ്ണൂർ ജില്ലയിലെ ഒട്ടുമിക്ക സ്ഥലത്തും പഴശ്ശി കനാലിന്റെ കൈക്കനാലും മെയിൻ കനാലുമായിട്ട് ഒരുപാട് സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുകയാണ്. അപ്പോൾ നമ്മുടെ സ്വന്തം പ്ലോട്ടിന്റെ അതിരുമായി ഈ കനാലിന്റെ അതിർത്തി പങ്കിടുമ്പോൾ അവിടെ ഒരു വീട് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇന്ന് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ആ പ്ലോട്ടിൽ നിങ്ങൾ ഒരു വീട് വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് താലൂക്ക് സർവേ ഡിപ്പാർട്ട്മെന്റിൽ അപേക്ഷ കൊടുത്ത് നിങ്ങളുടെ പ്ലോട്ടിന്റെ അതിര് ആദ്യം നിർണയിച്ച് വെക്കുക എന്നുള്ളതാണ്. സമയം എടുക്കുന്നുണ്ട്, കാലതാമസം എടുക്കുന്നുണ്ട്. 3 മുതൽ 6 മാസം വരെയൊക്കെ സമയം എടുക്കുന്നതായിട്ട് കാണുന്നു. അപ്പൊ നിങ്ങൾ ആ പ്ലോട്ടിൽ ഒരു വീട് നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ അത് നിർണയിച്ച് വെക്കാൻ ശ്രമിക്കുക. അതിനുശേഷം ചെയ്യേണ്ടത്, നിങ്ങൾ ഒരു എഞ്ചിനീയറെ കൊണ്ട് ആ പ്ലോട്ടിൽ ഏകദേശം അതിര് നിർണയിച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യമാണ് പറയുന്നത്. റിക്വയർമെന്റ് അനുസരിച്ച് ഒരു പ്ലാൻ തയ്യാറാക്കുക. ആ പ്ലാൻ തയ്യാറാക്കിയതിന് ശേഷം എഞ്ചിനീയർ അതിന് കൃത്യമായിട്ടുള്ള സെറ്റ് ബാക്ക് ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ടായിരിക്കും ഒരു പ്ലാന് തയ്യാറാക്കുക. അതിനുശേഷം ആ പ്ലാൻ അനുസരിച്ച് നിങ്ങളുടെ കനാൽ ഡിപ്പാർട്ട്മെന്റിൽ, അതായത് നിങ്ങളുടെ പഞ്ചായത്ത് അതിർത്തിയിൽ വരുന്ന കനാൽ ഡിപ്പാർട്ട്മെന്റ് ഓഫീസ് ഏതാണോ അവിടേക്ക് ഒരു നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ വേണ്ടിയിട്ട് പ്ലാന് സബ്മിറ്റ് ചെയ്യാം. അത് നിങ്ങളുടെ എഞ്ചിനീയർ, ലൈസൻസ്ഡ് എഞ്ചിനീയർ ചെയ്തു തരും. അവിടെ നിന്ന് അവിടുത്തെ ഉദ്യോഗസ്ഥർ വന്ന് സ്ഥലം നേരത്തെ താലൂക്കിൽ നിന്ന് അടയാളപ്പെടുത്തിയ സ്ഥലം തന്നെയാണോ ഈ പ്ലാനിൽ കാണിച്ചിരിക്കുന്ന സ്ഥലം എന്ന് നിർണയിച്ചതിന് ശേഷം നിങ്ങൾക്ക് NOC അനുവദിച്ചു തരും. NOC അനുവദിച്ചു തരുന്നത്, അതായത് നിങ്ങളുടെ കെട്ടിടം, അതായത് വീട് അവരുടെ, അതായത് കനാലിന്റെ പ്രോപ്പർട്ടിയിലേക്ക് അതിക്രമിച്ച് കടക്കുന്നില്ല എന്നുള്ള കാര്യം മാത്രമേ അവർ ചെക്ക് ചെയ്യുള്ളൂ. മറ്റുള്ള കാര്യങ്ങളെല്ലാം പഞ്ചായത്തിന്റെ നിയമപ്രകാരം മാത്രമേ നിർമ്മാണം നടത്താൻ പാടുള്ളൂ. അത് നിങ്ങളുടെ ലൈസൻസ്ഡ് എഞ്ചിനീയർ ചെയ്തു തരാം. വീടിന്റെ സൈഡ് യാർഡ് കനാലിന്റെ പ്രോപ്പർട്ടിയുമായിട്ട് നിങ്ങളുടെ വീടിന്റെ സൈഡ് യാർഡും 1 മീറ്റർ മതി കനാലിന്റെ പ്രോപ്പർട്ടി ആയിട്ട് അതിർത്തി പങ്കിടുന്ന സ്ഥലത്ത്. അത് നിങ്ങൾ 1/2 മീറ്റർ ആണ് ഡ്രോയിങ്ങിൽ കാണിച്ചതെങ്കിലും NOC ലഭിക്കും. പക്ഷെ നിങ്ങൾക്ക് കെട്ടിട പെർമിറ്റ് ലഭിക്കില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അതായത് പെർമിറ്റ് ലഭിക്കാൻ വേണ്ടുന്ന കാര്യങ്ങൾ പഞ്ചായത്തിന്റെ റൂള് പ്രകാരമാണ് ചെയ്യേണ്ടത്. അത് കനാൽ NOC ആയിട്ട് യാതൊരു ബന്ധവുമില്ല. കനാലിന്റെ പ്രോപ്പർട്ടിയിൽ കൂടി ഒരു റോഡ് ടാർ, അതായത് കനാലിന്റെ പ്രോപ്പർട്ടിയിൽ കൂടി കനാല് കൂടാതെ ഒരു റോഡ് പോകുന്നുണ്ടെങ്കിൽ, ടാർ ചെയ്ത റോഡാണെങ്കിൽ സാധാരണഗതിയിൽ 3 മീറ്റർ വിടേണ്ടത് 3 മീറ്റർ വിട്ടേ മതിയാവും. അതേസമയം റോഡില്ലാതെ ഒരു പറമ്പ് മാത്രമാണെങ്കിൽ കനാല് കഴിഞ്ഞിട്ട് ഒത്തിരി സ്പേസ് കരപ്പറമ്പായിട്ട് കിടക്കുന്നുണ്ടാവും. അപ്പോൾ ആ കരപ്പറമ്പാണെങ്കിൽ സാധാരണ മറ്റുള്ള പ്ലോട്ട് വിടുന്ന ആ സെറ്റ് ബാക്ക് മാത്രമേ വിടേണ്ട കാര്യമുള്ളൂ. അതേസമയം ഡീപ്പ് കനാലാണെങ്കിൽ ആ കനാലിന് സാധാരണ റോഡിന്റെ വിടേണ്ട സെറ്റ് ബാക്ക് തന്നെ വിടാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അപ്പോൾ ഇത്രയും കാര്യമാണ് കനാലിന്റെ കരക്ക് വീടെടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു മുൻകരുതൽ. അപ്പോൾ പെട്ടെന്ന് കനാലിന്റെ കരയ്ക്ക് വീടെടുക്കുക എന്നുള്ള ഒരു, അതായത് ഇങ്ങനെയൊന്നും ചെയ്യാതെ നമ്മൾ സാധാരണ പ്ലോട്ടിൽ പോയിട്ട് വീടെടുക്കാൻ സാധിക്കുന്നത് പോലെ കനാലുമായിട്ട് അതിർത്തി പങ്കിടുന്ന സ്ഥലത്ത് വീടെടുക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യം ഒന്ന് ഓർമ്മപ്പെടുത്തുക മാത്രമാണ് ഈ അവസരത്തിൽ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് കനാലിൽ അതിർത്തി പങ്കിടുന്ന സ്ഥലത്ത് വീടെടുക്കുന്നവർക്ക് ഉപകാരപ്രദമാവും എന്ന്
വിശ്വസിക്കുന്നു. അപ്പോൾ ഇങ്ങനെ മാത്രമേ ചെയ്യാവൂ. ഇതിന് കാലതാമസം എടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 3 മുതൽ 6 മാസം വരെ ഒക്കെ കാലതാമസം എടുത്ത് ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ്. പെട്ടെന്ന് നാളെ തന്നെ നമുക്ക് മറ്റുള്ള പ്ലോട്ടിൽ പോയിട്ട് കുറ്റിയടിച്ച് വീടിന്റെ പണി സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് തുടങ്ങുന്നത് പോലെ ഇതിന്റെ ഈ ഒരു പ്രോപ്പർട്ടിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതിന്റെ മുൻകരുതൽ എടുത്തിട്ട് നിങ്ങൾ കാര്യങ്ങൾ നീക്കുക എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദം ആയിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. ഇനി ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾക്ക് കൃത്യമായ ഒരു ധാരണ കിട്ടാത്ത ഭാഗം ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വിശദമായിട്ട് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്ത് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും ഇതുപോലത്തെ ഒരു ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ നമുക്ക് അടുത്ത ദിവസം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുവരെ ബൈ.